നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അതിനുള്ള തെളിവുകൾ അവളുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തു അത്രേ. ആ ഫോൺ പോലീസിൽ ഹാജരാക്കുമെന്ന് അർജുൻ ഭീഷണിപ്പെടുത്തി. ധൈര്യമുണ്ടെങ്കിൽ ഫോൺ കാണിക്കാൻ അനു പറഞ്ഞു. അപ്പോ അവള് തന്നെ ആ ഫോൺ നശിപ്പിച്ചു എന്ന് അവര് കള്ളം പറഞ്ഞു. എന്തൊക്കെയാ കേൾക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. ഏട്ടാ, ആദ്യം കേട്ടപ്പോ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഏത് നിമിഷവും അവക്ക് എന്തും സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോ ആരും കാണാതെ ഉപയോഗിച്ചോളാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു പഴയ ഫോണ് അവക്ക് കൊടുത്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് വിളിക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഞാൻ അന്ന് രാത്രി അവക്ക് മെസ്സേജ് അയച്ചിരുന്നു. അന്ന് മാത്രമല്ല, സാക്ഷി ജയിൽ ചാടിയതിനു ശേഷം എല്ലാ രാത്രികളിലും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും അവിചാരിതമായിട്ടുണ്ടായാൽ ഉടനെ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി തിരിച്ചു വരുന്ന വഴി കാറിലിരുന്നാണ് ഞാൻ മെസ്സേജ് അയച്ചത്. ആ സമയത്ത് ഏത് ടവർ ലൊക്കേഷൻ ഒന്നും പോലും ഞാൻ നോക്കിയില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ. എന്നിട്ട് നീ എന്താ ഇതൊന്നും എന്നോട് ഇതുവരെ പറയാതിരുന്നത്? വെറുതെ ഏട്ടനെ കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാണെന്ന് കരുതി. മാത്രമല്ല, അച്ഛൻ അറിയരുതെന്ന് അനുവിനായിരുന്നു കൂടുതൽ നിർബന്ധം. സാക്ഷി ജയിൽ ചാടിയതിനു ശേഷം അവൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു. ഏട്ടനോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് അവൾ വിചാരിച്ചിരുന്നതുവാ. ആ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞയക്കാൻ അർജുൻ ഏതു വഴിയും തേടുമെന്ന് അവൾ എന്നോട് പറഞ്ഞതാ. പക്ഷേ അതിങ്ങനെയൊക്കെ ആവുമെന്ന് അവള് പോലും അറിഞ്ഞില്ല. എന്നാലും ഏട്ടൻ എന്നെ സംശയിച്ചല്ലോ. സാരമില്ല, നീ അതങ്ങ് മറന്നേക്ക. എന്നാലും ഏട്ടാ, ഞാൻ ഒരിക്കലും ഏട്ടനെ... എനിക്ക് മനസ്സിലായി ശങ്കര. എന്ത് ചെയ്യാം, ഞാനും വല്ലാത്തൊരവസ്ഥയിലാണിപ്പോ. അത് വിട്ടേര് സാറേ. വാ, നമുക്ക് മോളിരിക്കാം. എനിക്ക് 2 ഡ്രിങ്ക്സ് കഴിക്കണം. ഞാനൊന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ് നന്ദ. താമാടോ. എന്തായാലും ഇന്ന് കുറച്ച് സത്യങ്ങൾ അറിഞ്ഞ ദിവസമല്ലേ. മനസ്സൊന്ന് ആറി തണുക്കാൻ ഒരല്പം നല്ലതാ. വാ. ആ, ശരി. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുന്നതിന് മുമ്പ് ഇയാളെ ഒതുക്കണം. നിന്നെ സമാധാനമായിട്ട് സംസാരിച്ചാ മതി കേട്ടോ. വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയുള്ള ജീവിതമാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത്. നിങ്ങോട്ട് വരാൻ നോക്ക്. ഇവിടെ ആരുമില്ലേ? മഹേശ്വരിയമ്മേ, അകത്തിരിക്കാതെ പുറത്തു വരണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വന്ന കാര്യം സംസാരിച്ചാ പോരെ, ബഹളം വെക്കുന്ന എന്തിനാ? നീ ഒന്നും മിണ്ടായിരിക്കടി. ആരുമില്ലേ ഇവിടെ? ആരെവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? ഓ, ദത്തനായിരുന്നോ? ഇവിടെ ആർക്കും ചെവി കേൾക്കാത്ത രോഗമൊന്നുമില്ല. എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നേ? ആ, ശരിയാ. ഞങ്ങൾക്കൊക്കെ പരമാവധി ബഹളം വെച്ചേ ശീലമുള്ളൂ, അല്ലാതെ കൊന്നും കുഴിച്ചിട്ട് ശീലമില്ല. എന്താ അങ്ങനെ ഒരു സംസാരം? സംസാരമല്ലല്ലോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടാ. ഈ വീട്ടിൽ കഴിയാനുള്ള യോഗ്യത എന്റെ മകൾക്കില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ, അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിയാ, ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ ജീവിക്കാനുള്ള കഴിവൊന്നും എന്റെ മകൾക്കില്ല. മനുഷ്യരെ കൊല്ലാനല്ല, സ്നേഹിക്കാനും കൂടെ നിർത്താനും ഒക്കെയാ ഞാൻ അവളെ പഠിപ്പിച്ചത്. ദത്തേട്ടന്റെ സംസാരം കേട്ടാ ഈ വീട്ടിൽ എല്ലാവരും കൊലപാതകങ്ങളാണെന്ന് തോന്നുമല്ലോ. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ദത്തേട്ടൻ ഈ വീട്ടിലേക്ക് വരുന്നത്. ഒരു കാലത്ത് ആനന്ദേട്ടനും ദത്തേട്ടനും അടയും ചക്കരം പോലെ ആയിരുന്നില്ലേ? അന്ന് ഈ വീട്ടിലെ ആളുകളെ കൊലപാതകങ്ങളായിരുന്നോ? ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ വീട്ടിലേക്ക് നിങ്ങളുടെ മകളെ ഞങ്ങൾ ബലമായിട്ട് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഒരു ദിവസം രാവിലെ അങ്ങ് വന്നു കയറിയതല്ലേ അവള്. തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്നുള്ളത് അവളുടെ വാശിയാ. ബലം പ്രയോഗിച്ച് ഇറക്കി വിടാത്തത് ഞങ്ങളുടെ മര്യാദയും.
അങ്ങനെ ഇറക്കി വിടാൻ മധു മാത്രം വിചാരിച്ച പോരല്ലോ. എന്റെ മകൻ സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. മാധുരി മിണ്ടാതിരിക്കും. ദത്തൻ വന്ന് എന്നെ കാണാന് ഞാൻ സംസാരിച്ചോളാം. പറ, ദത്തൻ ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ടായേ. മഹേശ്വരി അമ്മയുടെ ദയാവായ്പിന് വേണ്ടി വന്നതല്ല ഞാൻ. എന്റെ മോളെ ഈ വീട്ടിൽ നിന്ന് ആരും പറഞ്ഞു വിടുകയും വേണ്ട, പിടിച്ചു വെക്കുകയും വേണ്ട. അവളെ ഞാനായിട്ട് കൊണ്ടുപോയിക്കോളാം. അല്ല, ഞാൻ പിച്ചക്കാരനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരിയാ. പക്ഷേ ഈ പിച്ചക്കാരന്റെ വീട്ടില് എന്റെ മകൾക്കും ഭർത്താവിനും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഏതായാലും കൊലപാതകളുടെ വീടിനേക്കാളും ഭേദമാകും അത്. ആയിക്കോട്ടെ ദത്ത, ഈ വീട്ടില് ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് നേരാ. അതിന്റെ പിന്നിൽ ആരാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് തെളിയും വരെ നിങ്ങളുടെ മകൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. വിളിച്ചോണ്ട് പോവോ, അവിടെ തന്നെ പാർപ്പിക്കോ, എന്ത് വേണേലും അയക്കോ. അതിന് ഞങ്ങൾ എന്ത് വേണം? അതെ, നിങ്ങളുടെ പറച്ചില് കേട്ടാ ഞങ്ങൾ അവളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുമല്ലോ. പക്ഷേ കൊണ്ടുപോകുമ്പം അഖിലിനെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. അത് തീരുമാനിക്കേണ്ടത് അഖിലാണല്ലോ. അവൻ പറയട്ടെ. മാധുരി, അവരെ രണ്ടുപേരും വിളിക്കേ. എനിക്ക് ഈ നിമിഷം ഇവിടെ വെച്ച് തീരുമാനം അറിയണം. മാധുരി, ഒന്നിങ്ങ് വന്നേ. എന്തൊക്കെയാ മാധുരി ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാ പുറത്ത് കേൾക്കുന്നറിയോ? അറിയില്ല ഗീതേ. ഈ സമയത്തെങ്കിലും ഒന്നിച്ച് നിൽക്കേണ്ടതാ വീട്ടിലുള്ളവര്. പക്ഷെ ഇവിടെ ഇപ്പോ രണ്ടു കുടുംബം പോലെ. അമ്മയും അതും ഒരു ഭാഗത്ത്, ഞാനും ആനന്ദേട്ടനും മക്കളും മറുഭാഗത്ത്. സംഭവിക്കുന്നതിന്റെ മുഴുവൻ പിഴയും എന്റെ പൂജമോക്ക്. മാധുരിക്ക് അറിയാലോ, അഖില് ഞങ്ങളുടെ മോളെ വിവാഹം കഴിക്കുന്നതിൽ ദത്തേട്ടന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അറിയാം ഗീതേ, അമ്മയാണ് ആദ്യം മുതലേ ദത്തേട്ടനെ അപമാനിച്ചും പരിഹസിച്ചും വഴക്കുണ്ടാക്കിയതൊക്കെ. അതും ദത്തേട്ടൻ ക്ഷമിച്ചതാ മാധുരി. പക്ഷേ അഖിലിന്റെ പേരും പറഞ്ഞ് ആ പ്രിയ കൂടി വന്നപ്പോ അത് മനഃപൂർവ്വമുള്ളൊരു കെണിയാ ഗീതേ. ഞങ്ങൾക്കറിഞ്ഞൂടെ ഞങ്ങളുടെ മോനെ? ഞങ്ങൾക്കും അഖിലിനെ കുറിച്ച് നല്ല ധാരണയുള്ളൂ. അതുകൊണ്ടാ അവരെ വിളിച്ച് ഇവിടുന്ന് പോവാന്ന് കരുതിയത്. എന്താ ഗീത ഈ പറയുന്നേ? എന്റെ മോനെ കൂട്ടിക്കൊണ്ടു പോവാനോ? മാധുരി, ഞങ്ങളുടെ അവസ്ഥ കൂടിയൊന്ന് മനസ്സിലാക്കണം. ചോദിക്കുന്നവരോട് ഞങ്ങൾ എന്ത് മറുപടി പറയാ? അല്ല, അത് മാധുരിക്ക് 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാ ഉള്ളത്. എന്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് ആകെ ഒരു മകളല്ലേ ഉള്ളൂ. അവളുടെ വിവാഹത്തെ പറ്റി ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? അതെല്ലാം തകർത്തെറിഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ദത്തേട്ടനെ സമാധാനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരുടെ വീട്ടിലേക്കല്ലേ അവള് ചെന്ന് കേറുന്നേന്നുള്ള വിചാരമായിരുന്നു എനിക്ക്. പ്രിയയുടെ കാര്യം ദത്തേട്ടൻ എപ്പോഴും പറയും. ഞാൻ എതിർത്ത് നിന്നത് അഖിലിന്റെ സ്വഭാവ ഗുണം അറിയുന്നോണ്ട് തന്നെയാ. പക്ഷേ ഇപ്പൊ ദത്തേട്ടനെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പറ്റാതായി. അതെ, നമ്മള് വീട്ടിനകത്ത് കഴിയുന്നവരല്ലേ. പുറത്തിറങ്ങി നാട്ടുകാരുടെ മുഖത്ത് നോക്കേണ്ടത് അവരല്ലേ മാധുരി?